സുബർ സാറാണ്. നമ്മളിന്ന് ഇന്റഗ്രേഷനിലെ മറ്റൊരു ചോദ്യം. ഇന്റഗ്രേഷൻ എന്നല്ല, ഡെഫിനിറ്റ് ഇന്റഗ്രൽ. നമ്മൾ ഇൻഡെഫിനിറ്റും ഡെഫിനിറ്റുമാണ് പഠിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റിൽ കൂടിയാണ്, പിന്നെ അത് ഡെഫിനിറ്റിലോട്ട് മാറുകയാണ്. ഈ ലിമിറ്റ് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നത്. സാധാരണ ഒരു ഇന്റഗ്രേഷൻ നടത്തി കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്നത് ഇൻഡെഫിനിറ്റ് ആൻസർ എന്നാണ്. ഇൻഡെഫിനിറ്റ് വാല്യൂ ആണത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ല പ്രോബ്ലം. ഇന്റഗ്രൽ 0 to 1 3x² + 2x + k = 0 ആണെങ്കിൽ കെയുടെ വാല്യൂ എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ. സാധാരണ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊന്നും ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പില്ല, പക്ഷെ എക്സാമിന് ഇങ്ങനെയുള്ള കുട്ടി ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, കുട്ടി ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതല്ല എന്ന് പറഞ്ഞാൽ ഇത്തിരി ചെറുതുമല്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പതുക്കെ തുടങ്ങാം. എന്ന് പറഞ്ഞാൽ ഈ കെയുടെ പ്ലേസിൽ ഏതോ ഒരാൾ വരാനുണ്ട്, ഏതോ ഒരു നമ്പർ വരാനുണ്ട്. ആ നമ്പർ വന്ന് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടണം. അതിന് കറക്റ്റ് ആയിട്ടുള്ള നമ്പർ വന്നെങ്കിലേ പറ്റുള്ളൂ. ഇഷ്ടമുള്ള നമ്പർ ആ കെയുടെ പ്ലേസിൽ വന്നാൽ പറ്റത്തില്ല. കറക്റ്റ് ഒരു സ്യൂട്ടബിൾ നമ്പർ ഉണ്ട്, അത് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇയാളെ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോണേ, ദാറ്റ് ഈസ് 3 into വാട്ട് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് x². എളുപ്പം ഓർത്തേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നു നോക്കുക. കണ്ടു കഴിഞ്ഞാൽ ഉടനെ റിസൾട്ട് മനസ്സിൽ വന്നാൽ രക്ഷപ്പെട്ടു. ഓക്കെ, x⁻n എന്തായിരുന്നു? x⁻n ഇന്റഗ്രൽ x⁻n+1/n+1. അപ്പൊ x² എത്ര? x⁻2 + 1/2 + 1 ദാറ്റ് ഈസ് x³ 3. ഓക്കെ, x³ 3 പ്ലസ് 2x ന്റെ ഇന്റഗ്രൽ വരുമ്പോ 2 into x ന്റെ ഇന്റഗ്രൽ എത്ര മോനെ? x²/2. k ന്റെ ഇന്റഗ്രൽ എത്രയാണ്? kx ഓവർ ദ ലിമിറ്റ് 0 to 1 = 0. ഇപ്പൊ ക്ലിയർ ആയല്ലോ, വളരെ ഈസിയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കൂടിയാണ്. ഈ 3 ക്യാൻസൽ ആവും, ആ 2 ക്യാൻസൽ ആവും, പിന്നെ ഫ്രാക്ഷൻസുകളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് കൊണ്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാമിനെ നല്ല രീതിയിൽ കൂടി എഴുതാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ഫുൾ പ്രോബ്ലംസുകളുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഫുൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്തു തരുന്നുണ്ട്. രണ്ടാമത് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ചാപ്റ്റർ വൈസ് നോട്ട്സുകളുണ്ട്. പിന്നെ എക്സാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് കിട്ടും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാത്സിനെ സിമ്പിൾ ആക്കി നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ x³ + x² + kx അല്ലേ, ഓവർ ദി ലിമിറ്റ് 0 to 1 = 0. ഇതാണ് നമുക്ക് നെക്സ്റ്റ് കിട്ടിയത്. ഇത് നമുക്ക് ഇവിടെ കണ്ടോ 1 0. ദിസ് ഈസ് കോൾഡ് അപ്പർ ലിമിറ്റ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ലോവർ ലിമിറ്റ്. ഫസ്റ്റ്ലി നമ്മൾ അപ്ലൈ അപ്പർ ലിമിറ്റ്. Put x = 1. That means 1³ + 1² + k into 1. അതൊരു ബ്രാക്കറ്റ് മൈനസ് 0 കൊടുക്കുമ്പോൾ 0 0 0 എല്ലാം 0 ആയി പോകുന്നത്. എല്ലാവരുടെ x ഉണ്ടല്ലോ, x ഉള്ളതുകൊണ്ട് ഇത് 0 ഇത് 0, ഇവിടെ x 0 × 0. അവിടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുൾ 0. ഇവിടെ 1³ 1 1² 1 1 + 1 2 that is 2 + k = 0. k is അപ്പുറത്തെ നമ്മൾ -2. ദാറ്റ്സ് ഓൾ, തീർന്നു. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ എത്രയാണ്? -2. ഇതുള്ള ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇത് വലിയൊരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, തെറ്റിക്കാൻ ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.